വരട്ടാർ പുനരുജ്ജീവന സന്ദേശവുമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പുഴ നടത്താം. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലൂടെ ഒഴുകിയിരുന്ന വരട്ടാറിനെ 3 വർഷം കൊണ്ട് വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നീരൊഴുക്ക് നിലച്ചുപോയ വരട്ടാറിനെ 3 ഘട്ടങ്ങളായി വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുഴ നടത്തം സംഘടിപ്പിച്ചത്. രാവിലെ പത്തനംതിട്ട കോയിപ്പുറം പഞ്ചായത്തിലെ വഞ്ചിപ്പോട്ട് കടവിൽ നിന്നും മന്ത്രി മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിൽ പുഴ നടത്തം ആരംഭിച്ചു. ഇരവിപേരൂർ പഞ്ചായത്തിലെ പുതുക്കുളങ്ങരയിൽ വെച്ച് മന്ത്രി തോമസ് ഐസക്കും സംഘത്തിനൊപ്പം ചേർന്നു. തുടർന്ന് ചെറിയൊരു യോഗത്തിന് ശേഷം പുഴക്കരയിലൂടെ സഞ്ചരിച്ച സംഘം തിരുവൻമണ്ടൂരിലാണ് യാത്ര അവസാനിപ്പിച്ചത്. പമ്പാ നദിയെയും മണിമലയാറിനെയും ബന്ധിപ്പിക്കുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വരട്ടാർ വർഷങ്ങളായി നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലാണ്. അശാസ്ത്രീയമായ ചപ്പാത്ത് നിർമ്മാണവും മണൽവാരലും കയ്യേറ്റവുമാണ് പുഴയെ നശിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ പുഴ വൃത്തിയാക്കും. രണ്ടാം ഘട്ടത്തിൽ പുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. മൂന്നാം ഘട്ടത്തിൽ പാലങ്ങളുടെ പുനർനിർമ്മാണവും മറ്റ് ആവശ്യ നിർമ്മാണങ്ങളും നടത്തുകയും ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം. മനോരമ ന്യൂസ്, തിരുവല്ല.